സിനിമ ഒരിത്തിരി വട്ടത്തിൽ റീലുകൾ ചലിപ്പിച്ച് മനുഷ്യരെ അതിൽ ലയിപ്പിച്ച മാജിക്. പിന്നീട് ടെക്നോളജി വളർന്നു, ഒപ്പം സിനിമയും മട്ടും ഭാവവും മാറി. മലയാളികൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യഭാഷയിലുള്ള ഒരു സിനിമ ഇത്തവണ IFFKയിലുണ്ട്. കിസ് വാഗൺ. റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ 2 പുരസ്കാരങ്ങൾ നേടിയ സിനിമ. പിന്നിലുള്ളത് ഒരു മലയാളി, മിഥുൻ മുരളി. IFFKയിൽ മലയാളം സിനിമ ടുഡേ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വാക്കൗട്ട്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ് കിസ് വാഗൺ. അതായത് തിയേറ്റർ ഫുള്ളായിരിക്കും ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു പകുതിയോളം പേര് വാക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമ തീരുമ്പോൾ എത്ര പേര് റിമൈനിങ് ആണോ തിയേറ്ററിൽ അവർക്ക് അത് ജെനുവിൻലി ഇഷ്ടപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് കിസ് വാഗൺ. ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ഇതൊരു ടോട്ടലി എക്സ്പെരിമെന്റൽ സിനിമയാണ്. ഇതിൽ ഒരു പ്രോപ്പർ ലീനിയർ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ കിട്ടില്ല, പെർഫോമൻസസ് കിട്ടില്ല, ആക്ടേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. The only thing you will get out of it is the basic cinematic aspects, editing, sound design and music. Lot of music. ഇതിൽ 14 പാട്ടുകളുണ്ട്, 24ഓളം OSTകളുണ്ട്. 3 വർഷം എടുത്തുണ്ടാക്കിയ സിനിമയാണ്. ഫോട്ടോകൾ കോമ്പോസിറ്റ് ചെയ്താണ് ഇതിൽ ഓരോ ഷോട്ടും നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. 2200ഓളം ഷോട്ടുകളുണ്ട് ഈ സിനിമയിൽ. ഓരോ ഷോട്ടിലും 30-40 ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുണ്ട് കോമ്പോസിറ്റ് ചെയ്തൊരു ഷോട്ട് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതൊരു ആനിമേറ്റഡ് സിനിമ എന്ന് ഞാൻ പറയുമെങ്കിലും ഇതിലൊരു പിക്സൽ ലെവൽ ആനിമേഷൻ എവിടെയും ഇൻവോൾവ് അല്ല. ഗെയിം എൻജിൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ഫോട്ടോസ് എടുത്തും വീഡിയോസ് എടുത്തും നിർമ്മിച്ചെടുത്തിട്ടുള്ള വിഷ്വൽസ് ആണ്. ക്യാരക്ടേഴ്സിനൊന്നും ഇമോട്ട് ചെയ്യാനായിട്ട് കണ്ണുകളോ ചുണ്ടുകളോ ഒന്നുമില്ല. സില്ലവേറ്റ്സ് ആണ് ത്രൂ ഔട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ബാക്കി സിനിമാറ്റിക് ആസ്പെക്ട്സ് വെച്ചിട്ടാണ്, സിനിമയുടെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഇമോഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിലൊരു ലൈവ് ആക്ഷൻ സിനിമ ചെയ്യാനായിരുന്നു പ്ലാൻ. എൻ്റെ ആദ്യത്തെ 2 ലൈവ് ആക്ഷൻ സിനിമകൾ തന്നെയാണ്, ഗ്രഹണവും ഹ്യൂമാനിയയും. 2015-ലും 2017-ലുമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അടുത്തൊരു ലൈവ് ആക്ഷൻ, ഒരു മ്യൂസിക്കൽ ചെയ്യാനുള്ള പ്ലാനിൽ ഞാനും എൻ്റെ പാർട്ട്ണർ ഗ്രീഷ്മയും കൂടെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതി അതിനുവേണ്ടി പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ സ്റ്റാർട്ടായി. അപ്പോൾ ഇറങ്ങി തിരിച്ചൊരു ലൈവ് ആക്ഷൻ സിനിമ ചെയ്യുക ആ സമയത്ത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് കാര്യം ആലോചിച്ചപ്പോൾ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തു. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഇതേപോലെ പല എലമെന്റ്സ്, പല ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് കോമ്പോസിറ്റ് ചെയ്ത് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു സിനിമ മൊത്തത്തിൽ ചെയ്തുകൂടാ. ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിനുള്ള മറ്റു പല ഒബ്സ്ട്രക്ഷൻസും മറികടക്കാനും കഴിയും. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒക്കെ മറികടക്കാൻ നമുക്ക് കഴിയും. കാരണം ബഡ്ജറ്റിനെ കുറിച്ച് പേടിക്കാതെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് സ്ക്രിപ്റ്റിൽ എഴുതാം. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പേരും പിന്നെ പുറത്തുനിന്ന് ജിക്കി പോൾ എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറിന്റെ കൂടെ ഹെൽപ്പും മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. സോ അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എക്സ്ട്രീംലി ലോ ബഡ്ജറ്റ്, കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും. ഒരു 800 റുപ്പീസിന്റെ മൈക്കൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. റോട്ടർഡാമിൽ ആക്ച്വലി കോമ്പറ്റീഷനിൽ സെലക്ട് ആവുന്ന ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. എൻ്റെ സിനിമ ഓവർസീസ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് കൃഷ്ണേന്ദു കലേഷാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ കൃഷ്ണേന്ദു ഇതൊരു ന്യൂ ഫിലിം മേക്കറിന്റെ ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ ഗ്രഹണവും ഹ്യൂമാനിയും കിസ് വാഗണും കൂടി ഒരുമിച്ച് ഒരു പാക്കേജ് പോലെ പ്രസന്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ആ സമയത്ത് കിസ് വാഗൺ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഹ്യൂമാനിയും ഗ്രഹണവും സബ്മിറ്റ് ചെയ്തപ്പോൾ അവർക്ക് 2ഉം വർക്കായി. അപ്പോൾ 3rd വണ്ണും കൂടെ കിട്ടുമ്പോൾ ഇതൊരു പാക്കേജ് പോലെ ഒരു അൺഡിസ്കവേർഡ് ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അവിടെ കാണിക്കാം എന്നവർ സമ്മതിച്ചു. അപ്പോഴാണ് കിസ് വാഗൺ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അയക്കാൻ പറ്റിയത്. അപ്പോൾ 3rd ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് ഒരു ഓപ്ഷൻ വെച്ചു. 3rd ഫിലിം സെലക്ഷൻ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് കോമ്പറ്റീഷനിലൊരു സ്കോപ്പ് ഉണ്ട്, അപ്പോൾ ഇതല്ലേ ബെറ്റർ ഓപ്ഷൻ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളും എക്സൈറ്റഡ് ആയി. അങ്ങനെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ വന്നത്. എന്നാൽ പോലും ഇതൊരു ഇത്തരത്തിലുള്ളൊരു സിനിമ ആയതുകൊണ്ട് മറ്റ് ലൈവ് ആക്ഷൻ സിനിമകളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു അവാർഡൊന്നും വിൻ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് 2 അവാർഡ്സ് അവിടെ വിൻ ചെയ്തു, സ്പെഷ്യൽ ജൂറി അവാർഡും പിപ്രസ്കി അവാർഡും. പിന്നെ അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവലിൽ കാണിച്ചത് മാമിയാണ്. അവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കോമ്പറ്റീഷനിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ IFFK. ഇവിടെ ഇതായിരുന്നു ഡ്രീം. ഈ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ഗോളേ ഉണ്ടായിരുന്നുള്ളൂ, IFFKയിൽ വരിക എന്നുള്ളതായിരുന്നു. കാരണം ഇവിടെ ഡെലിഗേറ്റ്സ് ആയിട്ട് വന്ന് നമ്മൾ ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണല്ലോ. ഇവിടെ ഒരു സ്വന്തമായിട്ടൊരു വർക്ക് കാണിക്കുക എന്നുള്ളൊരു ഡ്രീമായിരുന്നു. ഇപ്പോഴാണ് അതിലോട്ട് എത്തിപ്പെട്ടത്. ഒരുപാട് സന്തോഷം. കുട്ടിക്കാലം തൊട്ടേ സിനിമയും പ്രൊജക്ടറും എല്ലാം മിഥുന് ഹരമായിരുന്നു. അതിനു കാരണം മിഥുന്റെ അച്ഛൻ. മലയാളികൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള വെള്ളാനകളുടെ നാട്, നമ്പർ 20 മദ്രാസ് മെയിൽ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാക്കളിൽ ഒരാളായ മുരളിയാണ് മിഥുന്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ്റെ പേര് മുരളി ദാമോദരൻ എന്നാണ്.
അച്ഛനും അച്ഛൻ്റെ ബ്രദർ ശശി ദാമോദരനും രണ്ടുപേരും കൂടി കമ്പൈൻഡ് ആയിട്ട് നടത്തിയിരുന്നൊരു പ്രൊഡക്ഷൻ ഹൗസാണ് തരങ്കിണി. അപ്പോൾ തരങ്കിണി ഫിലിംസിൻ്റെ ബാനറിൽ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. തനിയാവർത്തനം ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഇവരാണ്. ലാസ്റ്റ് ഓൺ പ്രൊഡക്ഷൻ ഇതാണ്. നമ്പർ 20 മദ്രാസ് മെയിലാണ് അവസാനത്തെ ഓൺ പ്രൊഡക്ഷൻ. അപ്പോൾ അത് കാരണം എനിക്ക് ഇവർക്ക് ഈ പ്രിന്റ്സ് ചെക്ക് ചെയ്യാനും മറ്റു കാരണങ്ങൾക്കുമായിട്ട് വീട്ടിൽ അനലോഗ് പ്രൊജക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ത്രെഡ് ചെയ്ത് ഇത് പ്രൊജക്ട് ചെയ്ത് ഈ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, സെല്ലുലോയിഡ് ഈ ലൈറ്റിന്റെ മുമ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബേൺ ചെയ്യുമ്പോൾ ഒരു സ്മെൽ, ഇതിനോടൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ലവ് അഫെയർ എന്ന് പറഞ്ഞത്. ഇത് പ്രൊജക്ട് ചെയ്യുന്ന ഇമേജസ് സ്ക്രീനിൽ വീഴുന്ന ആ ഒരു പ്രോസസ്സിനോടാണ് എനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയത്. അതിൽ തന്നെയായിരുന്നു കോൺസെൻട്രേഷൻ. തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ തിരിഞ്ഞ് പ്രൊജക്ഷൻ ബൂത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പറ്റുമെങ്കിൽ കയറി ഒന്ന് ഓപ്പറേറ്ററിൻ്റെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കും. ചെറുപ്പം തൊട്ടേ ഫിലിം മേക്കർ ആവണം എന്നുള്ളത് തന്നെയാണ് ഡ്രീം. കിസ് വാഗണിന് മുൻപ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ലോക്ക്ഡൗണിന്റെ സമയത്ത് ചെയ്യാൻ വെച്ചിരുന്ന ലൈവ് ആക്ഷൻ സിനിമയുടെ സ്ക്രിപ്റ്റ്, അതിൽ ഞങ്ങൾ കുറച്ച് ഡെവലപ്മെന്റ്സ് നടത്തിയായിരുന്നു. അപ്പോൾ ഞാൻ റോട്ടർഡാമിലായിരിക്കുമ്പോൾ തന്നെ അവിടെ ക്യൂബേർട്സ് ബാൽ ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അവിടെ യങ് ഫിലിം മേക്കേഴ്സിന് സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിനും റിസർച്ചിനും വേണ്ടിയിട്ട് അവരൊരു ഫണ്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെതായിട്ട് അതിൽ എൻ്റെ അടുത്ത പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്നവർ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. കാരണം കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത സിനിമകൾക്ക് ഒരു പ്രിഫറൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ആ ഫിലിം മേക്കേഴ്സിന്. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഞാനും ഗ്രീഷ്മയും കൂടെ ഒരു ഡോസിയറൊക്കെ പ്രിപ്പയർ ചെയ്തൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ലാസ്റ്റ് മന്ത് ഇതിൻ്റെ റിസൾട്ട് വന്നു. എന്തോ 1100 എൻട്രി ഉണ്ടായിരുന്നതിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആകെ ഈ ഫണ്ട് ഗ്രാൻഡ് ആയിട്ടുള്ളത് ഞങ്ങളുടെ പ്രോജക്റ്റിനാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.